ഇതിന് മാത്രം ഇവർക്ക് വർത്താനം പറയുന്നത് എവിടെന്ന്? അതൊക്കെ അവൻ ചിലപ്പോൾ നമ്മുടെ ഈ പ്രായം കുറവലിൻ്റെയും പ്രസരിപ്പിൻ്റെയും ഒക്കെ ചിലപ്പോൾ ഒരു ഘടകം. ഈ കൊല്ലത്തെ ആയത്ത് ഇടിയും ചക്കുപ്പേരിയല്ലേ മാങ്ങ ചമ്മന്തി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. മാങ്ങയുള്ള സമയമായതുകൊണ്ട് വിരലടക്കം ചതഞ്ഞു. ദൈവമേ, കാണുന്നവരെ എന്നെ തല്ലി കൊല്ലും. പറയും ഇത്തിരി നീ നോക്കൂ. ഈ ചമ്മന്തി കൂടി മിക്സ് ചെയ്തിട്ട് വായിലിടും. ദൈവമേ, നേരത്തെ കഞ്ഞി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പരാമർശം ഞാൻ പിൻവലിക്കുന്നു. നല്ല രസം കഞ്ഞി കുടിക്കാൻ. നല്ല രസല്ലേ? കാപ്പി കുടിക്കുമ്പോൾ എന്തിനാ ചീഴ്സ് അല്ലേ? ഞാൻ മുട്ടിച്ചതാ. ഇത് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നിട്ട് കാപ്പി കുടിക്കാനാ. ചേട്ടനോ? എനിക്ക് എല്ലാ ഭാഗം ഇഷ്ടമാണ്. കാപ്പി കിട്ടിയാൽ മതിയല്ലോ കുടിക്കാൻ. അല്ല, ഒന്നിപ്പോൾ മോശമായിട്ട് ഇങ്ങനെ തോന്നില്ല. നമ്മൾ ഈ വീടിൻ്റെ ഇങ്ങനെയുള്ള കുറേ പണികളുണ്ടല്ലോ, ഈ കൂടാരം കുടിലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ പണിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കാൻ ഇരിക്കാറുള്ളത് ആ കൂടാരത്തിലാണ്. പിന്നെ രാവിലെ കുറേ സമയത്തൊക്കെ ചേട്ടൻ ഇപ്പോൾ അവിടെ സജീവൻ്റെ പറമ്പിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുടിക്കും. അവിടെ നിന്ന് വർത്താനം പറയും. എവിടെ നിന്നാലും ഇങ്ങനെ വർത്താനം പറയും. ഇതിന് മാത്രം ഇവർക്ക് വർത്താനം പറയുന്നത് എവിടെന്ന്? ഇത് ഞങ്ങളുടെ സരിതയല്ല പ്രേമല്ലേ, പ്രേമനും ഇവരൊക്കെ പറയും. ഞങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വീട്ടിൽ നോക്കിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ വൈകുന്നേരമാണ് എത്തുക. ഞങ്ങൾ അങ്ങനെ അധികം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കില്ലേ, ഭാര്യയും ഇവരൊക്കെ ആയിട്ട് അധികം നേരം വർത്താനം പറഞ്ഞിരിക്കില്ലേ. ഇത് ഇവർ അജുവും സരിതയും എല്ലാവരോടും പറയേ. അജുവും സരിതയും 24 മണിക്കൂറും അജു സരിതരൊപ്പം. പിന്നെ ഇത് എന്തിട്ടാണ് ഇവർ വർത്താനം പറയാൻ? ഇവിടെയൊക്കെ കൂടുമ്പോഴായാലും ഇവർ വർത്താനം പറയണ്ട. അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടാവും. അങ്ങനെ 21 കൊല്ലം, 22ാമത്തെ കൊല്ലം 2 മാസം കഴിഞ്ഞാവും. ഇതുവരെ 24 മണിക്കൂർ നിങ്ങളൊപ്പുണ്ട്. നിങ്ങൾ അപ്പം അതായത് അവർ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാണ്ട് ഞങ്ങളപ്പോഴും അവരുടെ അടുത്ത് സംസാരിക്കണ്ടാവും. എന്നാലും ഞങ്ങളായിരിക്കും കൂടുതൽ അപ്പോഴും. അപ്പോൾ അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഓർന്ന് പറയുണ്ടാവും കേട്ടോ. അതിന് ലാസ്റ്റ് ആയിട്ട് ഇതെന്തിട്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചിരിക്കുമ്പോൾ 5.5 മാസം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ എപ്പോഴും ഫോൺ വിളിച്ചിങ്ങനെ വർത്താനം പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും പിന്നെ ബന്ധുക്കളാണെന്ന് പറയണത് ഈ ഫോൺ വിളിയൊക്കെ അപൂർവമാണ്. അപ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണ് കേട്ടോ അന്ന് ആ സമയത്തൊക്കെ ഉണ്ടാവുന്നത്. എനിക്ക് അമ്മയുടെ നിന്നൊന്നും എന്തോരം ചീത്ത കേട്ടിട്ടുണ്ടെന്നറിയോ ചേട്ടൻ ഫോൺ വിളിക്കണേന്. ഫോൺ വിളിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അമ്മയുടെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ടാവും. പിന്നെ കുറേ സമയത്ത് അമ്മ മിണ്ടില്ല. എന്നാൽ പിന്നെ അമ്മേനെ പതുക്കെ സോപ്പിട്ടൊന്ന് മിണ്ടി വരുമ്പോൾ ചേട്ടൻ്റെ അടുത്ത ഫോൺ വരും. അപ്പോൾ അവ പറയും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ സംസാരിക്കുക ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കല്യാണം കഴിഞ്ഞാൽ സംസാരിക്കാനും കൂടി മാറ്റി വെക്കി, അല്ലെങ്കിൽ ആ വടുപടം പോലെ രണ്ടുപേരും ഇരിക്കേണ്ടി വരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് 3-ാം തീയതിക്ക് 22 കൊല്ലമാവും. പക്ഷേ വർത്തമാനത്തിന് ഒരു കുറവും ഇല്ല. അത് പറയണോ? അതിനെന്തിട്ടാന്നറിയും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ചിലപ്പോൾ ചില ആണുങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഭാര്യമാർക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടാവില്ല അതിനെക്കുറിച്ച് കേൾക്കാനും സംസാരിക്കാനും. ഇതങ്ങനെയല്ല, തിരിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റിയുള്ള കുശുമ്പും കുന്നായ്മയും ഇന്ന് വർത്താനം പറഞ്ഞ് നേരെ സമയം കളയല്ല കേട്ടോ. അങ്ങനത്തെ അല്ല. ഞങ്ങൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് മടുപ്പ് തോന്നുന്നത്. അത് രണ്ടുപേർക്കും താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും. സരിത പറയുന്നത് എനിക്ക് ബോറടിക്കുക, ഞാൻ പറയുന്നത് സരിതയ്ക്ക് ബോറടിക്കുക. അങ്ങനത്തെ ഒരു സിനിമ
കണ്ടു കഴിഞ്ഞാൽ സിനിമേനെ കുറിച്ചാണ് ചർച്ച ചെയ്യും. അപ്പോൾ ഞങ്ങൾ നടന്ന് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വല്ല സിനിമ ഇത് പറഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സിനിമയിലത്തെ വിഷയങ്ങൾ തന്നെ വരും. ഒരു സലീംകുമാർ തമാശയോ അല്ലെങ്കിൽ കുതിരവട്ടം പപ്പുവിൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർത്താനം പോകും. ഇങ്ങനെ ഞങ്ങൾ വർത്താനം പോകും. അത് ഒരു രസമാണ്. അത് ജീവിതത്തിലത്തെ പേപ്പറിലോ വല്ല വാർത്തകളെ കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യേണ്ടത്. അതായിരിക്കും. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ പ്രായം കുറവിൻ്റെയും പ്രസരിപ്പിൻ്റെയും ഒക്കെ ചിലപ്പോൾ ഒരു ഘടകം പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ വേറെ പിരിമുറുക്കങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെ കുറിച്ചിട്ട്. ചേട്ടൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു താല്പര്യമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കേട്ടിരിക്കണ ഒരേ ഒരു കാര്യമുള്ളൂ, റോഡുകളെ കുറിച്ചിട്ട്. അതായത് അത് ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി പറയണ ഒരു കാര്യമാണ്. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത, എനിക്ക് എന്തോരായാലും എൻ്റെ തലയിൽ കയറാത്തൊരു കാര്യം. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ അത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പറയും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന റൂട്ടാണ്, ഇതേ കണ്ട ആ നാലുംകുടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് എത്തും, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലമാണ്, നമുക്ക് പോകേണ്ടത് നേരെയാണ്. അങ്ങനെ അങ്ങനെ വഴികളെ കുറിച്ചിട്ട് പറയും. അത് ആ വഴിക്ക് നമ്മൾ എത്ര വട്ടം പോകുന്നുണ്ടോ അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ജംഗ്ഷനുകൾ എത്തുമ്പോഴും പറയും. ഇപ്പോൾ നേരെ പോയി ഇന്ന സ്ഥലം, ലെഫ്റ്റിലേക്ക് പോയി ഇന്ന സ്ഥലം, നമുക്ക് റൈറ്റിലേക്ക് തിരിയണം, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഇന്ന റൂട്ടിൽ കൂടെ ഇന്ന സ്ഥലത്തൂടെ ഇന്ന സ്ഥലത്ത്. അങ്ങനെ ഈ സ്ഥലങ്ങളെയൊക്കെ കുറിച്ചിട്ട് ചേട്ടന് നല്ല അറിവാണ്. അത് എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കും. എനിക്ക് ഇതൊന്നും എൻ്റെ തലയിൽ കയറില്ല. പക്ഷെ നമ്മളത് ഇപ്പോൾ ആ വഴി കൂടെ തന്നെ കുറേ വട്ടം പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയില്ല, നേരെ ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തെ കൂടെ പോയി ഇങ്ങോട്ട് പോകും നേരെ പോയി ഇങ്ങോട്ട് പോകും. ഇന്ന വഴി കൂടെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുക്കളുടെ വീടുണ്ടെങ്കിൽ അത് ഇന്നാളുടെ വീടാണ് കേട്ടോ, അതിൽ കൂടെ പോയി അത് അവിടെ എത്തുമ്പോഴൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ ഞാൻ ഒരു 50 വട്ടം പോയിട്ട് 50 വട്ടം പറയും. പക്ഷെ 50 വട്ടം പറഞ്ഞാലും ഇവിടെ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരാറില്ലേ. അങ്ങനെ ഇരിക്കും. തല്ലുകൂടിയിട്ടുള്ളത് എപ്പോഴാന്നറിയോ, ഒരു ഭയങ്കര വഴക്കല്ല, എന്നാലും ചെറുതായിട്ടൊരു ഇത് വന്നിട്ടുള്ളത്. ഒരു ദിവസം ഞങ്ങള് അക്കാദമിയിൽ വെച്ചിട്ട് വർത്താനം പറയൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ചു അലങ്കാറിലേക്ക് പോവാം. അപ്പം രാജേഷ് പറഞ്ഞു അലങ്കാറിലത്തെ ഒരു സാധനമുണ്ട്, ഗ്രീൻ പീസ് മുട്ട, ഇത് നമ്മളന്ന് KTDC കഴിച്ചില്ലേ, പക്ഷെ അതിൻ്റെ ഒരു വേറെ വെർഷൻ, ഒരു ഭയങ്കരമായ ടേസ്റ്റ് കേട്ടാ. അത്ര ടേസ്റ്റാണ് അലങ്കാറിലത്തെ. അപ്പോൾ രാജേഷ് പറഞ്ഞു നിങ്ങളത് അവിടുത്തെ കഴിച്ചിട്ടുണ്ടാ, ഗ്രീൻ പീസ് മുട്ടയും കൂടിയിട്ടുള്ള കൊത്തിപ്പൊരി പോലത്തെ സാധനം. അതും അവിടുത്തെ പൊറോട്ട പിന്നെ ഫേമസ് ആണല്ലോ അലങ്കാറിലത്തെ, നമുക്ക് അതാക്കാം ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ചലോ അലങ്കാർ. അപ്പം എല്ലാവരും അവരവരുടെ വണ്ടികളിൽ കയറി അലങ്കാറിലേക്ക് പോവാം. രാത്രി 9 നേരത്തിനുണ്ട് ശക്തനിലേക്ക് പോകണ അവിടുത്തെ ജയ ബേക്കറിയുടെ അവിടെയാണ് അലങ്കാർ. പക്ഷേ ഈ അലങ്കാർ നമ്മളെല്ലാവരും പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ തലയിൽ ആ സമയത്ത് കയറിയത് അക്ഷയാന്നാ. പൂങ്കുന്നത്ത് അക്ഷയയിലേക്ക് പോവാന്നാണ് ചേട്ടൻ കേട്ടേക്കണേ. അതെങ്ങനെ ചേട്ടൻ അത് കേട്ടേന്ന് എനിക്കറിയില്ല. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ പോവാ അക്ഷയയിലേക്ക്, പൂങ്കുന്നത്തേക്ക്. ഞാൻ അലങ്കാർ എവിടെയാ, അക്ഷയ എവിടെയാ, ഇതൊന്നും എനിക്കറിയില്ല. ഈ തൃശ്ശൂരായിട്ട് പോലും ഇത്രയ്ക്കധികം വട്ടം തൃശ്ശൂർ കിടന്ന് കറങ്ങിയിട്ട് ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒട്ടും അറിയാത്തൊരു മേഖല അത്. അതുകൊണ്ടാണ് എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും ഇഷ്ടമില്ല. കാരണം വണ്ടി ഓടിക്കുമ്പോൾ വഴികളൊക്കെ കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കണം. ഈ ലൈസൻസ് എടുത്തിട്ട് ഈ വണ്ടി പുറത്തേക്ക് എടുക്കാത്തതും ഞാൻ പുറത്തേക്ക് ഓടിക്കും പോവാണ്ടിരിക്കണതിൻ്റെ ഒരു കാരണം അതുമാണ്. ഒന്നാമത്തെ പേടിയുണ്ട് കേട്ടോ. മറ്റേ നമ്മളിങ്ങനെ ഓടിക്കാണ്ടിരുന്നിരുന്ന് പിന്നെ പെട്ടെന്ന് നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുമ്പോഴത്തെ ഒരു പേടിയുണ്ട്. എന്നിട്ട് അക്ഷയരെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ നോക്കിക്കൊണ്ട് അക്ഷയ. അപ്പം ഞാൻ ഇതെന്താ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടല്ലേ വരണ്ടേ? അവൻ ഞാൻ പറഞ്ഞു അല്ല അലങ്കാറിലേക്കല്ലേ നമുക്ക് പോകണ്ടേ. ദൈവമേ, പിന്നത്തെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് അലങ്കാറ അക്ഷയാന്നാണ് പറഞ്ഞേ. പിന്നെ എനിക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട് അലങ്കാർ എന്ന് പറഞ്ഞിട്ട് അക്ഷയയിലേക്ക് വരാൻ ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അലങ്കാർ എന്നാണ് പറഞ്ഞത്, വേറെ ഒറ്റാളെ എത്തിയിട്ടില്ല. അപ്പം ചേട്ടൻ അപ്പോൾ രാജേഷിൻ്റെ ഫോൺ വന്നു, നിങ്ങളിത് എവിടെയാണ്, നിങ്ങളെ മാത്രം കാണാനല്ലേ ഞങ്ങളിത് എവിടെ ഇരുന്ന് സെറ്റായി, അപ്പോൾ നിങ്ങളെവിടെയാ ചോദിച്ചു ചേട്ടൻ. അലങ്കാറിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പോകുന്നേ. അപ്പോൾ ഞാൻ പറയണ്ട മനസ്സിലായില്ലേ അലങ്കാർ എന്നാ പറഞ്ഞേന്ന്. അപ്പൊ ചേട്ടൻ പിന്നെ ചേട്ടൻ തുടങ്ങി നീ നേരെ വരെ ഇത് തേങ്ങ എന്തിട്ട് ആലോചിച്ചിരിക്കുന്നു, ഈ റോട്ടിലേക്ക് പൂങ്കുന്നത്തേക്ക് വന്നുകൊണ്ടിരിക്കണമെന്ന് നിനക്ക് കണ്ടൂടെ, അലങ്കാരം എടുക്കണമെന്ന് എവിടെയാ. അപ്പൊ നീ എന്താ വണ്ടി അങ്ങോട്ട് തിരിക്കാൻ ഇങ്ങനെ പറയാൻ, ഞാൻ റോട്ടിൽ കൂടെ പോന്നുകൊണ്ടിരിക്കുമ്പോ എന്നെ പറയണ്ടേ നമ്മളിത് എവിടേക്കാ പോണത്, അലങ്കാറിലേക്കുള്ള വഴിയല്ലല്ലോ എന്ന് എന്താ പറയുന്നത്. അപ്പൊ ഞാൻ എനിക്കിതൊന്നും അറിയില്ല, ഞാൻ തല്ലുകൂടാനൊന്നിനും പോയില്ല, കാരണം എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അറിയില്ല ഇതൊന്നും. അലങ്കാർ കിടക്കുന്നത് കോർപ്പറേഷന്റെ അവിടെയാണ്. പക്ഷെ ഇത് കിടക്കുന്നത് ഈ അക്ഷയ പൂങ്കുന്നം ഗുരുവായൂർ റോഡിലാണ് കിടക്കുന്നത്, കുന്നോള റോഡില്.
അങ്ങനെ പോയി വഴിതെറ്റി ഇങ്ങനെ പോന്നു. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. അതാണ് ഞാൻ ഒടുക്കത്തെ ബ്ലോക്കും, റോഡ് മുഴുവൻ ബ്ലോക്ക്. ശനിയാഴ്ച വൈകുന്നേരമേ. എന്ത് പ്രയോജനം, ഞാൻ നേരെയാവില്ല. കാരണം എനിക്കത് അറിയില്ല, അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കണമില്ല. അതാണ് മെയിൻ കാര്യം. അതിന് ശേഷം പിന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ട് തിരക്കിന്നിട്ടില്ല. അല്ല എനിക്ക് മനസ്സിലായി സംഗതി, ഇവര് അത് ശ്രദ്ധിക്കില്ല. എന്നിട്ട് പറയാ, നിന്നിപ്പോ വലിയൊരു തട്ടി കൊണ്ടുപോവാണെങ്കിൽ നീ അറിയോ ഇത് എവിടേക്ക് പോണേന്ന്? അല്ല നമുക്കൊരു ഒറ്റയ്ക്ക് വല്ല ഓട്ടോയില് കയറി സ്ഥലം അവരോട് പറഞ്ഞു, അവര് വഴി തെറ്റിച്ച് വേറെ എവിടേക്കെല്ലാം കൊണ്ടുപോകണം, നിനക്ക് വല്ലതും അറിയോ? നമുക്കൊരു ചെറിയൊരു ബോധമെങ്കിലും വേണ്ടേ? നമ്മൾ പോകുമ്പോൾ എങ്ങനെയും റോഡുകൾ നോക്കണം, വഴികൾ നോക്കണം. ഇതൊക്കെ നമുക്ക് ഈ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ ഇതൊക്കെ. വഴികളറിയുക, റോഡുകളറിയുക, ഓരോ സ്ഥലങ്ങളിൽ ഓരോ സൂചനകളറിയുക. മോഹൻലാല് മറ്റേ ഈ എന്നിട്ട് അതില് ഒരു ബാറിന്റെ പടം കണ്ടിട്ടാണ് ആ പെൺകുട്ടീനെ രക്ഷപ്പെടുത്തിയത്. ഹലോ എന്ന് പറഞ്ഞ സിനിമയില് ഒരു ബാറിന്റെ ആ എഴുത്ത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇവര് ഇഷ്ടം പോലെ സിനിമകൾ കാണുന്നതാണ്, വളരെയധികം സിനിമകളാണ്. ഇംഗ്ലീഷ് സിനിമകളും മൂവികളും ഈ ത്രില്ലിങ് സ്റ്റോറികൾ, ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ഹൊറർ, ഇങ്ങനത്തെ ഒക്കെ കാണുന്നതാണ്. ഇതൊക്കെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. ആ സമയം വലിയ വലിയ വെട്ടി കൊലപാതകങ്ങൾ കാണിക്കാനില്ല, അതുപോലെ ചെന്ന് ഇത് ചെയ്യാനില്ല. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരാൾ ഇപ്പോൾ നമ്മളെ പലരും നിരീക്ഷിക്കുന്നുണ്ടാവാം, ഓരോന്ന് കണ്ടില്ലേ നമ്മൾ അറിയാണ്ട് ഓരോ വീടുകളിലേക്ക് ഓരോരുത്തർക്ക് വരുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമകളിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം അതുപോലെ ഭയങ്കര ശ്രദ്ധ. ഇപ്പം ഈ കുടിലിൽ ഷൂട്ടിങ് നമ്മൾ വരാണെങ്കിലും വീട് മൊത്തം പൂട്ടി താക്കോലും കൊണ്ടാണ് ഇങ്ങോട്ട് വരാം. സജീവൻ്റെ പറമ്പിൽ, ആ പറമ്പിലാണ് ഷൂട്ടിങ്ങിന് നമ്മൾ പോവുകയാണെങ്കിലും വീട് പൂട്ടിയിട്ടാണ് പോവുക. നമ്മൾ ഇങ്ങോട്ടില്ല, അതായത് ഇവിടെ ഇങ്ങനെ തുറന്നു കിടക്കല്ലേ. അപ്പം ആരെങ്കിലും എന്താ പറയാ, ഈ പറമ്പ് എന്നൊക്കെ പറയണത് കാട് പിടിച്ചെടുക്കുക. അതിൻ്റെ അറ്റം റോഡാണ്, കമ്പനിപ്പടി പടവരാട് റോഡ്. അപ്പോൾ അതിൻ്റെ അറ്റത്തവിടെ മരക്കമ്പനിയാണ്. അവിടെ ബംഗാളികളൊക്കെ കുറേ ഇവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യണ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വല്ലവരും വന്ന് അകത്തൊക്കെ എവിടെയെങ്കിലും കയറിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടേ. അല്ല, സിനിമകളിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് പ്രധാന വഴികൾ. നമ്മൾ ഏത് റോഡുകളൊക്കെ അറിയണം എല്ലാം. അല്ലാണ്ട് ഒന്നും അറിയില്ല, എനിക്കതൊന്നും അറിയില്ല, പക്ഷെ അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണല്ലോ. എന്താ അല്ല, ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം എനിക്ക് ചേട്ടനോട് അസൂയുള്ളൂ. ഈ റോഡ് ചേട്ടനാണെങ്കിൽ അത് ഭയങ്കര താല്പര്യമുള്ള കാര്യം, ഓരോ റോഡ് കാര്യം. ഇവരൊക്കെ തമ്മിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബാക്കി എല്ലാവരൊക്കെ കൂടുമ്പോഴൊക്കെ അതെവിടെയ സ്ഥലം, അത് ഇന്ന റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അപ്പം ഞാൻ വായം പൊളിച്ചിരിക്കും. ഞാനാണ് പോണ്ടിച്ചേരിക്ക് വഴിതെറ്റി പോകുമ്പോ ഞാൻ ഡ്രൈവറോട് പറയുന്നത്. അതാണ് വിരോധാഭാസം. നമ്മൾ ആവശ്യ സമയത്ത് അത് ഉപകരിച്ചില്ല. അത് കാരണം വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ട സംഗതിയായിരുന്നു. നമ്മുടെ ഒരു ചെറിയ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ അന്ന് തട്ടിപ്പോയാനെ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര അപകടം സംഭവിച്ച ഒരു പത്രവാർത്തയിൽ ഒതുങ്ങി പോയാനെ നമ്മള്. ഇപ്പോഴും നമ്മൾ പറയാനുണ്ടായില്ല, ഈ ചാനലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. വെള്ളം തിളച്ചു തുടങ്ങി, അരി കിട്ടോ. അയ്യോ, തീ കെട്ടൂലേ വർത്താനം പറഞ്ഞു. അല്ല, വെള്ളം പക്ഷെ കാഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. അരി വെന്തതെന്ന് നോക്കട്ടെ കേട്ടാ. കടലാസുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ. കടലാസുകൾ ഞങ്ങൾ എടുത്ത് കളഞ്ഞു, കായ്ക്കപ്പിടിക്കുന്ന തുണി കടന്നില്ലേ, അരി കളച്ചോട്ടിരിക്കും. ഒരു 5-10 മിനിറ്റ് കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും നമുക്ക് ഇടിയൻ ചക്ക അടുപ്പത്ത് വെക്കാം. അത് വെന്തു. ഇടിയൻ ചക്ക അടുപ്പത്ത് വെച്ചിട്ട് വരാം. ഭയങ്കരമായിട്ടുള്ള ആദ്യത്തെ ഒരു പരിപാടി ഇപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ. നമ്മളത് ആ ഇടിയൻ ചക്ക പൊട്ടിക്കാൻ പോണ കേട്ടോ. ചക്ക ഈ കൊല്ലത്തെ ആയത്തെ ഇടിയൻ ചക്ക ഉപ്പേരി അല്ലേ. അതായത് നമ്മുടെ പ്ലാവുകള് 3 പ്ലാവുകളും പണിമുടക്കിയിരിക്കുകയാണ്. എന്തിനാണ് അവരിങ്ങനെ ഈ സമരം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ചക്ക തരാൻ ഉദ്ദേശമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, നാട്ടുകാർക്കും എല്ലാവർക്കും വീട്ടുകാർക്കും ആർക്കും ചക്ക തരാൻ ഉദ്ദേശമില്ല. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം മേർലി അവിടെ പോയി സരിത നടന്നേ കണ്ടില്ലേ, പ്ലാവുകൾ നോക്കി നിൽക്കണു. അല്ലെങ്കിൽ ആ ചെറിയ പ്ലാവിന്റെ അടിഭാഗത്ത് നിറച്ച് കൊലകൊലയായിട്ട് കുറേ ചക്ക ഉണ്ടാവണതല്ല കൊല്ലം. അല്ല, അവിടെ 2 പ്ലാവ് ഉണ്ടല്ലോ, അത് മനസ്സിലാവാൻ വേണ്ടി വലിയ പ്ലാവ് ചെറിയ പ്ലാവ് എന്നാണ് നമ്മൾ പറയാറ്. അതിൽ ഇപ്പുറത്തെ ചെറുതെന്ന് പറയണേ. അതും ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ അടിഭാഗത്ത് നിറച്ച് ഒരുവിധം എല്ലാ ചക്കേന്റെ അടിയിലാണ് ഉണ്ടാവാറ്. പക്ഷെ അതന്നെ ഫസ്റ്റ് വീഡിയോയിൽ അതിന്റെ അടുത്ത് നിന്നിട്ടാണ്. അപ്പൊ നമ്മുടെ വിയറ്റ്നാം മേർലിയിലത്തെ ഒരെണ്ണം വലിയ ചക്കയാണ്, കുറേ പിന്നെ ചെറിയ ചെറിയ ചക്കകളുണ്ട്. ഈ അടിയിലും പിന്നെ കൊലകൊലയായിട്ടുണ്ട്. അപ്പൊ ഇതിലത്തെ ഈ ഇടിയൻ ചക്ക ഇത് ഒരെണ്ണത്തിൽ ഇടാം അല്ലേ? അയ്യോ, അത് ഇടിയന്റെ പാകം കഴിഞ്ഞ പോലെ. ഇല്ല ഇടാം.
അതെ മുറിക്കാൻ പോണ കേട്ടോ, ഞാൻ രണ്ടും കൽപ്പിച്ച് മുറിക്കാൻ പോണ്. അങ്ങനെ ആദ്യത്തെ മുറിക്കൽ നടക്കാൻ പോണ്. മുറിക്കുമ്പോ അറിയാൻ ഇതിനുള്ളിൽ ആദ്യമായിട്ടുണ്ടായ ചക്ക ചെയ്തുകൊണ്ടേ ഒരുവിധം എല്ലാതും ഇടിയൻ ചക്ക പരുവത്തില് ഉപയോഗിച്ച് തീർക്കാണ് നല്ലത് എന്നാണ് നമ്മുടെ അജീഷ് പറയണ. അജീഷ് VC നമുക്ക് കമന്റ് ഇടണാവും പറഞ്ഞേ. അതിരപ്പള്ളിയുള്ളത്. അപ്പൊ അജീഷ് പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്മേ ആദ്യമായിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ചൊള ഉണ്ടാവില്ലാന്ന്, ഇതിനെ നിർത്തിയിട്ടൊരു കാര്യമില്ലാന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മുറിച്ചേട്ടാ. അല്ലാതെ പഴുത്തിട്ട് തിന്നാനുള്ള കൊതിയാണ് ഇഷ്ടം. മറ്റേ ഒന്ന് വെക്കി അവിടെ മുളഞ്ഞീനൊക്കെ പോയി കഴിയട്ടെ ചേട്ടാ, ഒരു കുറച്ച് സമയം വെക്കി. അപ്പൊ ഞാൻ ഇതിന്റെ തലേന്ന് ഒന്നുകൂടി വെട്ടി കളയാം. കൂടുതൽ പശ ഇതിന് ചില പശ കുറവായിരിക്കും. ആദ്യത്തെ കൺമണി മുന്നിട്ട് വെക്കായിരുന്നു. ഇല്ല, ഇതിന് പശ അധികം ഉണ്ടാവില്ല. ഇതെപ്പോ പോവും. കുക്കറും അത് എടുത്തോണേ. കുക്കറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ, എല്ലാം കൊണ്ടുവന്നു വെച്ചു. തുടങ്ങി പശക്ക് ഇതുണ്ട് ഭയങ്കര പശ അല്ലേ. സ്വല്പം വെളിച്ചെണ്ണ എൻ്റെ കൈ ഞാൻ മുറിക്കാൻ പോവാ. ചരിത കൈ മാറ്റിക്ക. അയ്യോ, ചെറിയ കുഞ്ഞു ചുളകളാ, കുഴപ്പമില്ല. ചുളയുണ്ടോ ഉള്ളില്? ഇല്ല, അങ്ങനത്തെ ചുളകളല്ല അത്. ചുളയും കുരുവൊക്കെ ആയില്ലേ. ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോടാ ചെറുത് പെട്ടെന്ന്. അത് വല്ലാണ്ട് ചെറുതാവില്ലേ. ഇത് കുഴപ്പമില്ല, ഇതിടിച്ച് പിടിച്ച് ഇതാക്കാൻ പറ്റും. കുഴപ്പമില്ല. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ വെറും 1.5 കൊല്ലമായിട്ടുള്ള നമ്മുടെ ചക്കനെ, അല്ല 1.5, നമ്മൾ എത്ര നാളെ വെച്ചെടുത്ത 2 കൊല്ലം ഇല്ലേ? എനിക്ക് ഓർമ്മയില്ല വെച്ചത് നിങ്ങൾക്ക്. എല്ലാവരും ഇടിയൻ ചക്കകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഇഷ്ടം പോലെ. ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ പ്ലാവ് ആളുകളുടെ വീട്ടിൽ അധികം നടന്നില്ല. ഓരോ വലിയ പ്ലാവുകൾ ഓരോരുത്തരുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതെന്ന് പറയാം. ഇപ്പം അങ്ങനെയല്ല. എല്ലാവരും ഇത്തിരി സ്ഥലമുള്ളെങ്കിലും വിയറ്റ്നാം എയർലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ പ്ലാവായി തുടങ്ങി അല്ലേ സരിത? അല്ല, ഇങ്ങനത്തെ പ്ലാവുകളാകുമ്പോൾ എല്ലായ്പ്പോഴും ചക്ക ഉണ്ടാവുമല്ലോ. നമ്മൾ മുന്നേ വെക്കണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ആലോചിച്ചില്ല. ഇതാണ്ട് അത്രേ ഉള്ളത്. നോക്കിയേ, ഇത് നമ്മുടെ സാധാരണ ചക്കര പോലെട്ടോ. ഇത് ഇടുമ്പോഴേക്കും ആള് വിടരുന്നുണ്ട്. നമ്മൾ ഇടിയൻ ചക്കുപ്പേരി കൂട്ടിയാനല്ലേ ചേട്ടൻ്റെ അവിടെ നിന്നൊരു പാത്രം നിറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രസീതേച്ചിയില്ലേ, ചെറിയച്ചിയുടെ അനിയത്തി, അവരുടെ വീട്ടിലുണ്ടായിട്ട് അവിടെ നിന്നൊരു ഇടിയൻ ചക്ക പ്രസീതേച്ചി ചെറിയേട്ടൻ്റെ അവിടേക്ക് കൊടുത്തു. അതിൻ്റെ പകുതി ചെറിയേട്ടൻ അല്ലൻ ചേട്ടന് കൊടുത്തു. ആ പകുതി അല്ലൻ ചേട്ടൻ്റെ അവിടെ കൂട്ടാൻ വെച്ചേന്ന് അല്ലൻ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു തന്നു. അങ്ങനെ കഴിച്ചു. അല്ലാണ്ട് കഴിച്ചിട്ടില്ല ഇതുവരെ, ആരും കഴിച്ചിട്ടില്ല. ചെറിയേട്ടൻ്റെ അവിടെ ഇപ്പം ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചക്ക? ഇപ്പം ഇത് മതി. അതല്ല ചേട്ടന് കൊടുക്കാൻ വേണമെങ്കിൽ അതല്ല ചേട്ടന് കൊടുക്കാം. ജഗുവിൻ്റെ ഇപ്പനെ കൊടുത്തയച്ചത്. അപ്പം ഇത് കൂട്ടാൻ വയ്ക്കാം ഇപ്പോൾ. കുക്കറിൽ കഴുകണ്ട, ഒന്നും സംഭവിച്ചില്ല. അടിപൊളി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിയറ്റ്നാം എയർലി നമ്മൾ കട്ട് ചെയ്തു. ജഗു ഇത് വലിച്ചിനോടെ എടുത്താ കൊണ്ടേ കൊടുത്ത. ചോറ് ഊറ്റാൻ പോവാട്ടാ. ഞാൻ അമ്മി കഴുകി കൊടുക്കാം. കുക്കറിൽ ഇതൊരു വിസിലടുപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചതാ. ഇതിൻ്റെ സ്റ്റീം പോയിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഇടിയൻ ചക്ക. ചോറ് ഊറ്റി കഴിഞ്ഞാൽ അത് പോയി. ഇത് ഇനി അമ്മീമ്മ ചതയ്ക്കുന്നു. ഇവിടെ ആയതുകൊണ്ട് അമ്മീമ്മ ചതയ്ക്കണു. അടുക്കളയിലായിരുന്നെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ ചോപ്പറില്ലേ അതിലിട്ട് വലിക്കുള്ളൂ. അതിലിട്ട് വലിക്കും. അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അരഞ്ഞ് കുഴഞ്ഞ പോലെയാവും. എങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ വെച്ചിട്ട് ചെറുതായിട്ട് ആക്കിയാലോ ശരിയാവില്ല. ചിലതാവൂല, മൂക്കിൻ്റെ ഭാഗം ആവൂല, മറ്റേ ഭാഗം ഭയങ്കര അരയും ചെയ്യും. ചോപ്പറിലിട്ട് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത്രയ്ക്ക് അധികം കഴുകി വൃത്തിയാക്കണ്ട. ഇത്ര മാത്രം തുറന്നു വെച്ചല്ലായിരുന്നു. അത് മൂടി അത് ആ പലക വയ്ക്കാൻ മറന്നു അല്ലേ ഇന്നലെ മിനി ഞാൻ അങ്ങോട്ട്.
ഒന്നുമില്ലാണ്ട് വെറുതെ അരക്കരുത് അമ്മി, കല്ലരഞ്ഞു ചേരില്ലേ. എന്താ ചേട്ടാ സൈലന്റ് ആയില്ലോ? ഞാൻ സൈലന്റ്, ഞാനത് കഴുകല്ലോ, ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ. എവിടെയും വർത്താനം പറയാലോ. ഞാൻ യൂറ്റണ അരിയൂറ്റി കഴിയാറായി. അരി വേഗം വേവണതാ. പെട്ടെന്ന് വേണം അരിയാ. നേരെ കഞ്ഞി എടുത്തില്ല, എന്നാ കഴുകി കഴിഞ്ഞു കേട്ടോ. സരിത അമ്മി എടുത്തു. അല്ല ഉള്ളി, ചുമന്നുള്ളി വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെളുത്തുള്ളി ഇത്തിരി അധികമായാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പലർക്കും പല പോലെ ആയിരിക്കും ടേസ്റ്റല്ലോ. കൂർക്ക, ഇടിയൻ ചക്ക, സാധാരണ ചക്ക, അതിലൊക്കെ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും നന്നായിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ, ചുമന്നുള്ളിയേക്കാളും കൂടുതലുണ്ടെങ്കിൽ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. അല്ല, മനുഷ്യൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണല്ലോ നോക്കുന്നത്. പരമാവധി എത്രയും രുചിയിൽ കിട്ടുമെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഉള്ളിനെയാണ് കേട്ടോ അതിൻ്റെ ഫ്രഷ്നെസ് കണ്ട. എൻ്റെ മുഖത്തെ സന്തോഷം കാണില്ലേ, ഉള്ളിയുടെ ഉള്ളി നമ്മുടെ എന്ന് പറയുമ്പോഴുള്ള സന്തോഷം കണ്ട. എനിക്ക് തോന്നണത് അതല്ല, ഇത് കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കണ കാര്യം ആലോചിച്ചിട്ടുള്ള സന്തോഷമായിട്ട് എനിക്ക് തോന്നണം. വീട്ടിനാണെങ്കിൽ ഈ ചക്കയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാടൻ ചക്കയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതെ, എനിക്കറിയില്ല, നോക്കി നോക്കാം. കഴിക്കാൻ പോണത് ഞാനും. ഇത്രയും വെളുത്തുള്ളി ഉള്ളിയും പണ്ട് കാലത്ത് 8 അംഗങ്ങളുള്ള 9 അംഗങ്ങളുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാഴ്ചയുള്ള ഉള്ളിയും വെളുത്തുള്ളി ചെയ്ത്. അപ്പം അന്ന് നിങ്ങൾ എന്താ ഉള്ളിയൊന്നും കൃഷി ചെയ്യാഞ്ഞ്? അറിയില്ല അല്ലേ ഉണ്ടാവുമെന്ന്. ഉള്ളി കുറേ സാധനങ്ങൾ ഈ ഉള്ള പച്ചക്കറികളില്ലേ, അതങ്ങനത്തെ ഈ കൃഷി തുടങ്ങുന്നില്ല. ആദ്യമായിട്ട് നമ്മളൊരു പ്രാവശ്യം ഉള്ളി ഇവിടെ ഇങ്ങനെ ഇത് മുളച്ച ഉള്ളി കൊണ്ടുപോയിട്ട് നട്ട് നോക്കിയതാണ് അല്ലേ. അപ്പോൾ ഇവിടേക്ക് ആ സമയത്ത് ചെറിയേട്ടനായാലും ചേട്ടനൊക്കെ വന്നപ്പോൾ ഉള്ളി ഉള്ളത് നല്ല ഭംഗിയിൽ ഇങ്ങനെ അതിങ്ങനെ നിൽക്കണ്. ഇത് മുളയ്ക്കോ? നമ്മുടെ ഇവിടെ ഉള്ളി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവരൊക്കെ വെച്ച് നോക്കിയിട്ട് പിന്നെ അവര് അടിപൊളിയായിട്ട് വെക്കാൻ തുടങ്ങി. നമ്മളപ്പോഴും മണ്ണതിന് യോജിച്ചല്ല. നമ്മുടെ കുറേ വട്ടം വെച്ചു, ശരിക്കും ഉണ്ടായില്ല. അവരുടെ നല്ല വെയിൽ കിട്ടും. ഉള്ളിക്ക് നല്ല വെയിൽ വേണം, നല്ല നീർവാർച്ചയും വേണം, നല്ല പൊടിമണ്ണും ആണെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ അങ്ങനെയില്ല, നമ്മുടെ തണല കൂടുതലല്ലായിരുന്നു. ഞാൻ ചീഞ്ചട്ടി ചൂടായിട്ടാ ഉള്ളി തരാം. അതായിരിക്കും ഇടാ അല്ലേ? ചീഞ്ചട്ടി ഇങ്ങോട്ട് എടുക്കണ്ട, ഇതിലിട്ടിട്ട് തരാം. എന്താ അമ്മ, അമ്മി നിറച്ച് ഉള്ളിയിലോ? ഇത്രക്കതി ഉള്ളി വേണ്ട. അത് നോക്കി ഇത്ര ഉള്ളോ അല്ലേ? ഇതിട്ടപ്പോ പകുതി ഉണ്ടായിരുന്നു. അമരല്ലേ? അപ്പൊ ചേട്ടൻ എന്നാ ഇതിന്റെ പകുതി എടുത്താ മതി. അതിന് മുഴുവൻ എടുക്കാം. അല്ല, വേറെ കൂട്ടാനിലേക്ക് എടുക്കാലോ. വേറെ ഉച്ചക്കിലേക്ക് വെക്കണോ അല്ല കൂട്ടാനിലേക്ക് ഉള്ളി വെളുത്തുള്ളി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ എടുക്കാലോ. ഉച്ചയൂണല്ലോ ചെയ്യണ്ട, ഇത്രയുണ്ട്. ഉള്ളി ചീഞ്ചട്ടിയിൽ ഇടുന്നു. എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. നോക്കിയേ, ഇതിലേക്കുള്ള മുളക് ഇട്ടാ മതി കേട്ടാ. എന്തോരം ഇട്ട് മുളക്? മുളക് ഇട്ടിട്ടില്ലേ? ഇല്ലേ, ഇതേ നോക്കി എത്ര ഉള്ളൂ. ഇതിപ്പോ ചേട്ടന് മണപ്പിക്കാനുള്ളതില്ലല്ലോ. നമ്മള് കഷ്ണങ്ങളാക്കിട്ടപ്പോ കൊറേ പോലെ തോന്നിയില്ലേ. ഞാനേ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ, മാങ്ങ ചമ്മന്തി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, മാങ്ങയുള്ള സമയമായതുകൊണ്ട്. പിന്നെ ഇത് കഞ്ഞിക്കാലത്ത് കുടിക്കുമ്പോൾ ഒരു രസമാണ്. ഞാൻ മിളക് തീയധികം കൊടുത്തിട്ടില്ല ചേട്ടാ. നീ വന്നിട്ട് കാച്ചാഞ്ചിട്ട് നിൽക്കണത്. അതെ, അതങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്. അതേ, ഞാനേ ഇന്നാള് റെഡ് കഞ്ഞിക്ക് ജഗുവിന് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടാ. മറ്റേ ചോപ്പരിക്ക് ഒന്നുമില്ല. ഒരു മാങ്ങ കുഞ്ഞുകുഞ്ഞിനെ അരിഞ്ഞു, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, എന്നിട്ട് മുളക് പൊടി ഇട്ടു. മുളക് പൊടി ആട്ടാ, ചുമപ്പ് മുളക് പൊടി. എനിക്ക് ആ ചമ്മന്തി ഇഷ്ടമല്ല, ചേട്ടൻ ആ ചമ്മന്തി ഭയങ്കര ഇഷ്ടം. ജാറിട്ടിട്ട് ഒറ്റടി, എന്നിട്ട് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ആ ടേസ്റ്റിന് പണ്ട് കാലത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തിനത് എനിക്ക് എന്താണോ അത് ഇഷ്ടമല്ല. പക്ഷെ അത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമായി. അതായത് വിരലടക്കം ചതഞ്ഞു. അമ്മി ഉണ്ടാക്കി തരുന്ന ചമ്മന്തിൻ്റെ എന്താ പറയുക, കൂട്ടാനും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റാത്ത കാലത്ത് എവിടെ നിന്നിട്ട് മാങ്ങ പൊട്ടിച്ചു കൊണ്ടിട്ട് അപ്പം കയ്യോടെ ചെയ്യുന്ന ചമ്മന്തിയാണിത്. മുളക് പൊടി ഉണ്ടാവണം,
ചമ്മന്തി കയ്യോടെ തന്നെയല്ല ഉണ്ടാക്കാറ് എപ്പോഴും, അല്ല പെട്ടെന്ന് വേറെ ഒരു എക്സ്ട്രാ വല്ല ചെലവില്ലാനുള്ള ഒരു ചമ്മന്തിയാണ് ഇത്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മുടെ വീട്ടിലെ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടുതൽ വേണ്ട, 4 ഐറ്റം. മിക്സിയുടെ ജാറിലല്ല അടിക്കുക, അമ്മീമിലാണ് അമ്മ അരയ്ക്കാറ്. അത്ര തന്നെ ഇതുപോലെ അരക്കി മാങ്ങ ഇതുകൾ. എന്നിട്ട് അത് കഞ്ഞി കിണ്ണത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവില്ല, എല്ലാവർക്കും വട്ടത്തിൽ കിണ്ണല്ലേ, വട്ടത്തിൽ കിണ്ണില്ല, ചതുരത്തിൽ കിണ്ണുണ്ടാവില്ല, എല്ലാവരും കിണ്ണത്തിൽ കഞ്ഞി നിറച്ച് ഇങ്ങനെ വിളമ്പി വെച്ച്. ഞങ്ങൾ 7 മക്കളാണല്ലോ, എല്ലാവർക്കും കഞ്ഞി വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കഞ്ഞിയുടെ മുന്നിലിരിക്കും. അപ്പോൾ അതിൻ്റെ കഞ്ഞി വെള്ളമല്ലേ അതിങ്ങനെ പ്ലാവിൻ്റെ ഇലയുണ്ട്, അതുകൊണ്ടൊന്ന് കയ്യിൽ കുത്തിയിട്ട് പിഞ്ഞാണം കുത്തി പിഞ്ഞാണല്ല എന്താ പറയുന്നത്, പ്ലാവില കുത്തിയിട്ട് അതിൽ നിന്ന് കഞ്ഞിവെള്ളം കോരി കുടിച്ച് ആ ചോറ് മാത്രം ഒരു സൈഡിലേക്ക് തേച്ചിടും. മറ്റേ മണൽ കോരുമ്പോൾ, പുഴയിൽ നിന്ന് മണൽ കോരുമ്പോൾ മണലാണ്ട് കോരിയിടില്ലേ വെള്ളം ഒരു സൈഡിൽ. 100,000 വട്ടായി കേൾക്കണം, എന്നാലും പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. അയ്യോ ദൈവമേ, കാണുന്നവരെന്നെ തല്ലി കൊല്ലും. പറയും ആ ചേട്ടന്മാരേക്ക് പറഞ്ഞു വന്നതായിരുന്നു, സരിതേച്ചി ഇടയിൽ കയറിയൊക്കെ നിർത്തിയെന്ന് പറയും. എന്നിട്ട് അപ്പൊ വീഡിയോയിൽ തന്നെ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പിന്നെ അതല്ലാണ്ട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടില്ലേ, ആ കഞ്ഞിയില് ആ ചമ്മന്തിയുടെ പ്രത്യേകതയാണ്. അതായത് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ആ അമ്മ ചമ്മന്തി കൊണ്ടിട്ട് ഓരോ ഇതുകൊണ്ടേ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഓരോരുത്തരിക്കാൻ ഇട്ട് കൊടുക്കുന്നു. ഈ ചോറിന്റെ അവർക്ക് മിളക് ചുട്ടത് കൊണ്ടു കൊടുക്കണം, ചോറിന്റെ മുകളിലാണ് ഇടും. എന്നിട്ട് ആ ചോറിനെ ഈ പ്ലാവിലോണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ചമ്മന്തി കൂടി മിക്സ് ചെയ്തിട്ട് വായിലിടും. എൻ്റെ അമ്മേ, അതിൻ്റെ ഒരു രസം നാവിന്ന് പൂല. ആ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ഇതിനെയാണ് സരിത കുറ്റം പറഞ്ഞത്, 100,000 വട്ടം കേട്ടിട്ടുണ്ടെന്ന്. പിന്നെ നീ ഇവിടെ എത്ര കൊല്ലായി എൻ്റെ ഒപ്പം ജീവിച്ചു? അല്ല, ഈ കഞ്ഞിവെള്ളം ആദ്യം കോരി കുടിച്ചിട്ട് വറ്റിങ്ങനെ ആക്കി വെക്കണ കാര്യം അത് ഞാൻ കൊറേ വട്ടം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. അത് ഇവിടെ 21 കൊല്ല, 21,365 എത്ര ദിവസമായി? ഈ 4-8 ഉപ്പെടുക്കും, ഉപ്പ് 8,000 ദിവസത്തോളായില്ലേ നീ എൻ്റെ ഒപ്പം? അല്ല 8,000 ദിവസത്തോളായില്ലേ എൻ്റെ ഒപ്പം ജീവിച്ചു തുടങ്ങി. അപ്പോൾ 8,000 ദിവസത്തിൽ നമ്മൾ എത്രയോ വട്ടം ഇങ്ങനെ ഇതൊക്കെ പറയില്ലേ? പറയും. അതൊരു വലിയ അത്ഭുതമൊന്നുമില്ലേ? കല്ലുപ്പ് വേണ്ട, പൊടിപ്പ് വേണ്ട? പൊടിപ്പ് തന്നോ, സ്വാഭാവികം. വേപ്പിൻ്റെ ഇല ഇടണ്ടല്ലോ ചമ്മന്തിയില്. അത് സാധാരണ നമ്മൾ വർത്താനം പറയുമ്പോ അത് കുഴപ്പമില്ലേ, അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ പറയും, ഇനിയും പറയും, പറയാൻ കിടവിട്ടിരുന്നു, ഇനിയും പറയും. പറഞ്ഞോ, അതൊരു രസം പറയാനായിട്ട്. ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞു, അത് മറന്നുപോയി. അയ്യോ, അത് പറയാത്ത കാര്യമായിരുന്നു. അരച്ച് കഴിഞ്ഞു വിട്ടത് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഉള്ളി, നാളികേരം, മാങ്ങ, പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കാന്താരി മുളകില്ലേ, അത്. ഇത്രയും സാധനങ്ങളാണ്. അല്ലേ മുന്നേ അല്ല പണ്ട് നാളേറെ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴേ അമ്മീമ ചോറിട്ടുണ്ണു. ചേട്ടൻ്റെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ ചേട്ടൻ അറിയോ? പിന്നെ നീ പറഞ്ഞ അറിയോ? നല്ല രസം കൈ നക്കാൻ. പറഞ്ഞോ വരും. അല്ല ചേട്ടന് വല്ലതും അറിയോന്ന് ചോദിക്കാം ഞാൻ. കത്തിച്ചിട്ടാ മിളക് പൊടിട്ടോ ഒന്നും ഇട്ടിട്ടില്ലേ ഇതില്? ആദ്യം ഈ തന്ന സാധനം തന്നെ ഇട്ടിട്ട് എന്നിട്ട് ഇളക്കണ്ട് ഞാൻ കേട്ടോ. കഞ്ഞി വിളമ്പിക്കിട്ട് ഞാൻ വിളമ്പിക്കോളൂ. അയ്യോ എന്തോരം വലിയ അബദ്ധം ചെയ്തെന്ന് നോക്കി, എല്ലാ ചോറും ഊറ്റിട്ടു. അത് കുഴപ്പമില്ല, കഞ്ഞി ഒഴിക്കലുണ്ടോ? അതിന്ന് ഈ കഞ്ഞിക്കാലത്തിൽ നിന്ന് നേരെ കഞ്ഞിയിട്ട് കോരി എടുക്കണ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ വറ്റൂട്ടിട്ട് ഈ കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ടുണ്ടാക്കണ കഞ്ഞിക്ക് അല്ലേ? ഞാൻ എന്താ ആലോചിക്കാം ഞാൻ. എനിക്ക് വേണ്ട കഞ്ഞി, എനിക്ക് കഞ്ഞി കുടിക്കാൻ അത്ര ഇഷ്ടമല്ല. പനി അസുഖങ്ങൾ വരില്ലേ, അപ്പം വരെ എനിക്ക് ഇഷ്ടമില്ല കഞ്ഞി കുടിക്കാനായിട്ട്.
കുത്തിപ്പൊടി മുളക് ഇടാണ് കേട്ടാ. ജഗു കഞ്ഞി കുടിക്കാൻ വാ. കിണ്ണത്തും ഇങ്ങനെ കൊട്ട്. അയ്യോ എനിക്കാണോ ചോറ്? ആ കഞ്ഞിൽ ഒഴിക്കണം. അവൻ ഇങ്ങോട്ട് പോയി. ഉള്ളി മൂത്തു, വേപ്പിലിട്ടു. നാളിരണ്ടറി നാളെ ഇടണം. ഇതിപ്പോ ചക്കയേക്കാളും കൂടുതലുണ്ടല്ലോ ഉള്ളി. ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട് പകുതി ഉള്ളി ഇട്ടാ മതി. കുഴപ്പമില്ല, ടേസ്റ്റ് അതാണല്ലോ നമ്മുടെ ആവശ്യം. കുറച്ച് തേങ്ങാ ചെരുകിയത് ഇടുന്നു. കുറച്ചേളോ എന്തോരത് ഇതിലേക്കുള്ള സാധനം ഈ കാണണേ. കുറച്ച് ഉപ്പ് പൊടി ഇടുന്നു. ഇതിലേക്ക് ഈ ഉള്ളിയിലേക്ക് നാളികേരത്തിലേക്കുള്ള ഒരു ഉപ്പ് ഇട്ടാ. പിന്നെ അതില് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. വേവിച്ചു മൂത്തു ചക്ക ഇടുന്നു. വിയറ്റ്നാമേർലി ചോളയും കൂടി വേറെ ടേസ്റ്റ് കൊടുത്തില്ലേ ചെറുതായിട്ട്. അങ്ങനെ ഈ കൊല്ലത്ത് ആദ്യത്തെ ഞങ്ങളുടെ ചക്ക. ഓരോ സ്ഥലത്തൊക്കെ പഴുത്ത് തിന്നു തുടങ്ങി ആൾക്കാർ. പഴുത്ത് കഴിഞ്ഞു തുടങ്ങി അല്ലേ? ഞാൻ ജയത്താർത്തി വെക്കറി. അപ്പോ ഇഷ്ടം പോലെ ചക്കിൻ്റെ അതൊക്കെ പറ്റും. ചെയ്യാൻ അറിയണം, ഒരു ചെയ്യണം. നമുക്കറിയില്ലല്ലോ ചെയ്യാൻ. പക്ഷെ സുഖല്ലേ? ആ ഭാഗം വെട്ടിയെടുക്കാം. സാധാരണ പോലെ ഒരു മാസം കഴിഞ്ഞിട്ട് അത് ഇത്തിരിടാൻ വേണ്ടി ഇറക്കി വെച്ചോ. നിതിന് പിന്നെ ചക്ക കൂട്ടാനോട് ഇഷ്ടമില്ലല്ലേ, താല്പര്യമില്ലല്ലേ? ഇഷ്ടല്ലേ? ഞാൻ ചോറുണ്ടാട്ടാ. പക്ഷെ ജഗുവിന്റെ ഇത്തിരി കഞ്ഞി കുടിക്കുന്നുണ്ട്. ചമ്മന്തി കഞ്ഞിയും കഴിക്കാൻ പോണ സാധ്യത. തൈര് കഴിയാറായാ? നല്ല രസം. ഇത് ടീസ്പൂൺ മാത്രം മതി. ജഗു ചൂടാറി എന്താ കഴിക്കാത്ത? ചമ്മന്തി കേട്ടോ അതില് അവനോട് ചോദിക്കാം. അവൻ്റെയോ ദൈവമേ, നേരത്തെ കഞ്ഞി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പരാമർശം ഞാൻ പിൻവലിക്കുന്നു. നല്ല രസം കഞ്ഞി കുടിക്കാൻ. ചിലപ്പോ അതായിരിക്കും നല്ല വിശപ്പുള്ളതുണ്ടാവും. അതെ, വിശപ്പുള്ളത് കൊണ്ടല്ല, നല്ല ടേസ്റ്റ്. ചക്കയും ചമ്മന്തിയും ചക്കുപ്പേര് നല്ല രസമുണ്ടല്ലോ. ഇടിയും ചക്ക ചക്ക ചോളം കൂടുതൽ ടേസ്റ്റ്. രസല്ലേ കഞ്ഞി? അത് കഴിച്ചോക്ക്. നല്ല രസല്ലേ? എന്തേ ഭാഗ്യം ഭാഗ്യം ഇങ്ങനത്തെ കുടിക്കാം. ശരിയാ. വിദേശത്തൊക്കെ ഉള്ളവർക്ക് വിഷമം തോന്നും നമ്മളുടെ ജീവിതം കാണുമ്പോൾ അല്ലേ? അടിപൊളി കഞ്ഞില്ലേ? സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഞാനത് കുടിച്ച് തീർക്കട്ടെ, എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങട്ടെ. ഇന്നത്തെ വീഡിയോ വെറൈറ്റിയും ഒന്നുമില്ല. ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു എന്ന് മാത്രം അല്ലേ? അത്രേ ഉള്ളൂ. കാലത്തോം വരാ വെറുതെ ജഗു ട്യൂഷന് പോയി വന്നു ഇതിൻ്റെ ഇടയിൽ എത്രയുള്ളൂ. അപ്പോൾ നിർത്താം നമുക്ക്. അടുത്ത വീഡിയോ. നന്ദി, നമസ്കാരം.